ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് വൈകിട്ട് ഒരു 4:30 ആയപ്പോ വിചാരിച്ചു ഒന്ന് ശാസ്താംപാറ വരെ പോയായിരുന്നു. ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് എത്ര ഒരു അരമണിക്കൂർ പോലും ഇല്ല, തൊട്ടടുത്താണ് ശാസ്താംപാറ. അപ്പൊ അവിടെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോ അങ്ങനെ പോവാന്ന് കരുതി. അങ്ങനെ കാറിലിരിക്കുവാണ് എല്ലാരും കൂടെ. ഫ്രണ്ടില് കാണിച്ചരാം ഷംജു ആദു ഇവരുടെ ഫ്രണ്ടില്. അപ്പൊ നമ്മള് ഇപ്പൊ വലിയ വിള കഴിഞ്ഞതേ ഉള്ളൂ. വാ സൂപ്പർ സുന്ദരി കുട്ടിയായിട്ടാ. അയ്യോ എന്തോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഷംജു ഇടുന്നുണ്ട്. സത്യം പറഞ്ഞ ഇവിടെ ഒരിക്കലേക്ക് കൊണ്ടുവരൂലേ, എന്തോ ഈ സ്ഥലത്തിനോടൊരു താല്പര്യം ഇല്ലാത്ത പോലെ. നമുക്ക് പോവാം എപ്പോഴും പറയാം അവിടെ ഒന്നുമില്ല, അവിടെ ഒരു മുട്ടക്കുന്ന് എന്താ പറയും. അപ്പൊ എന്തായാലും മുട്ടക്കുന്ന് എന്താണെന്ന് നമുക്കൊന്ന് കാണണമല്ലോ എന്നും കരുതി ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ് 7 വർഷത്തെ ഓഗസ്റ്റിലാവും. ഇതുവരെ അവിടെ കൊണ്ടുപോയിട്ടില്ല. എല്ലാവരും പോകും, പക്ഷെ ഞാൻ മാത്രം പോയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അവിടെ പോകുമ്പോ ഇക്ക് പറഞ്ഞ പോലെ ആണ് നോക്കാം. അവിടെ പഴയതുപോലല്ലെന്ന് പറയുന്നത്. കാരണം ഇപ്പൊ പണ്ടാണ് ഇങ്ങനെ പടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പടിയൊക്കെ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ അമ്മ ശാസ്ത്രം പറഞ്ഞത് ശാന്തം പാറ. അപ്പൊ പടിയെല്ലാം കെട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇത് ഏത് റൂട്ടാണ് പോകുന്നത്. അപ്പോ തച്ചോട്ടുകാവല്ലേ, തച്ചോട്ടുകാവിന്ന് അന്തിയൂർ കോണ റോഡുണ്ട്. തച്ചോട്ടുകാവിന്ന് അന്തിയൂർ കോണ റോഡാണ് പോകുന്നത്. അവിടെ മൂങ്ങോടുണ്ട്. മൂങ്ങോട് മുകളിലോട്ട് പോയി കറക്റ്റ് നമ്മുടെ വലിയ വളയിൽ എത്ര സമയം എടുക്കും? അരമണിക്കൂർ അല്ലേ? ഷംജു പോയിട്ടുണ്ട് അതിന് മുമ്പ്. അപ്പൊ നമുക്ക് കാണാം. ഇവിടെ മഴ പെയ്തേട്ടാ. ഇപ്പൊ ഉണങ്ങി നല്ല മഴയായിരുന്നു. മഴ പെയ്തിട്ടിരിക്കുമ്പോഴാണ് അവിടെ പോകുമ്പോ കാണാൻ പോളി. നല്ല മേഘമൊക്കെ നല്ല രസമായിരിക്കും അല്ലേ? അപ്പൊ കാണാം. സീറ്റ് ബെൽറ്റ് ഇടാം. നീ ആദ്യം തല കെട്ടിക്കോ. ഇവൾക്ക് മുടി കെട്ടണ വേസ്റ്റ് ആണ്, അപ്പഴന്നെ ഊരിയെടുക്കും. പഠിച്ച സ്കൂള് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂൾ. അത് സെന്റ് സേവിയേഴ്സ് HSS പേ ആയിട്ട് കഴിഞ്ഞു. അപ്പോ നമ്മളിപ്പം മൂങ്ങോട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി വന്നിരിക്കുകയാണ്. ഇപ്പം ഈ റോഡ് ഇത്തിരി മോശമാണ്, എന്നാലും കുഴപ്പമില്ല. മഴയൊക്കെ പെയ്താൽ കുറച്ച് സീനാവും. അവിടെ വലിയ വളയിലേ അങ്ങോട്ടേ മഴ ഉണ്ടായിരുന്നുള്ളൂ. ഈ സൈഡിലൊന്നും മഴ പെയ്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയ ഇതില്ല, എന്നാലും കുറച്ച് പുലിക്കമൊക്കെയാണ്. റോഡ് അത്യാവശ്യം മോശമാണ്. ഇവിടെ ആൾക്കാരൊന്നും ഇല്ല ഈ പ്രദേശത്ത്. കറക്റ്റ് മറ്റേ 2 സൈഡിലും മറ്റേ തേക്ക് മരമാണല്ലേ? തേക്കല്ലേ ഇത്? തേക്ക് മരം. ഒറ്റ മനുഷ്യരെ കാണാനില്ല ഗൈസ്. ഒറ്റ മനുഷ്യരെ കാണാനില്ല. ഒരപ്പ നടന്നു വരുന്നു. അയ്യോ എന്തോ നിക്കൂ, നല്ല രസമല്ലേ? ഇതുവഴി പോയ ബൈക്ക് ഈ വഴി പോകും. പക്ഷേ കാർ പാടാണ്. ബൈക്കും പാടായിരിക്കും. സ്ഥിരമായിട്ട് പോണവർക്ക് പറ്റും. ഇത് മറ്റേ നല്ല അല്ല, ഇത് വണ്ടി പോവും. ആ സൈഡിൽ കൂടെ വണ്ടി പറഞ്ഞ ടയർ പഞ്ചറായിരുന്നു. വണ്ടിയില് ടയർ പഞ്ചറായത് എത്താറായാ? ഓ അതിന്റെ വീഡിയോ അരമണിക്കൂറും എത്താറായല്ലേ? അപ്പം ചണച്ചു വെച്ചി കുറച്ച് അവിടെ പോവാൻ വേണ്ടിയുള്ള കാറുകളാണോ? നമുക്ക് ഇങ്ങോട്ട് ഒതുക്കിടാ. ഇങ്ങോട്ടല്ല കയറ്റി ഇപ്പുറത്തോട്ട് വഴിയുണ്ടോ കേട്ടോ. തിരക്കുണ്ടോ? ശാസ്താംപാറ ഇതിന്റെ അല്ല, അവിടെ ബൈക്കുകൾ ഇരിക്കണം. അപ്പൊ അവന്മാരൊന്നും നമ്മളെ കൊണ്ട് വിളിക്കും. അത് ഇറങ്ങാം. അങ്ങനെ എത്തിയിരിക്കുകയാണ് ശാസ്താംപാറ.
ആ കാറ് വിളക്കുന്നു. അയ്യോ, ഇവിടെ മാലിന്യം വലിച്ചെറിയരുത്. കുപ്പി എറിഞ്ഞ ലംഘിച്ച 10,000 രൂപയുടെ പിഴ. ജ്യൂസ് പാലസ് ഓടിക്കയറരുതേ. ആദൂട്ടാ ഇങ്ങോട്ട് നോക്കുവനെ. ഇവിടെ മണ്ഡപം, സ്നാക്ക് ബാർ, ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്, ടിക്കറ്റ് കൗണ്ടർ, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്. ഞാൻ നോക്ക് ഡയറ്റ് ആണെങ്കിലും കരിക്കിൻ ഷേക്ക് ഷുഗർ ഇല്ലാത്ത വാങ്ങിച്ചു തരുമോ? ഷുഗർ ഇല്ലാത്ത കരിക്കിൻ ഷേക്ക് കുടിച്ചതല്ലേ, മധുരം ഇല്ലാത്ത പായസം കുടിച്ചാലും ഒന്നും വാങ്ങിച്ചു തരില്ല. ചായ പഞ്ചസാര ഇല്ല, വിത്തോട്ട് വാങ്ങിച്ചു തരാം. അപ്പം ഇന്ന് സൺഡേ അല്ലേ? എന്തുവാണോ ടവലെടുത്തോ കുട്ടി. കേറിയാലോ? കേറാം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ കേറുന്നു. അപ്പൊ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. വേണ്ട വേണ്ട, 5 വയസ്സിന് താഴെയല്ലേ? 5 വയസ്സായില്ല. 5 വയസ്സായിട്ടില്ല. എത്ര വൈകുന്നേരം 7 മണിക്ക് ടിക്കറ്റ് ക്ലോസ്. ഓക്കെ, അപ്പൊ നമുക്ക് പടി കയറാം. കൊറേ ഉണ്ടല്ലേ കയറാൻ. മുകളിൽ അങ്ങ് അറ്റം വരെ പടി കാണും. നല്ല സൂപ്പറായിട്ട് സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. പണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അയ്യോ, ആണോ? ഉരുണ്ടുരുണ്ടല്ലേ. ഇതാണ് മണ്ഡപം ഫസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ട്രിക്ട്ലി പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. കൊള്ളാം കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാം കുറച്ച്. അടിപൊളി കേട്ടോ. അയ്യോ, സ്റ്റെപ്പ് അതോ സൂക്ഷിച്ചു കയറണേ. ഇത് കയറാൻ ഇത്തിരി പാടാണ്. അയ്യോ, എനിക്ക് പാടാണ് കേട്ടോ. നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം. അവരൊക്കെ കയറുന്നു. അത് പതുക്കെ പതുക്കെ. ഐഷന്തി കതച്ച് വെച്ചാണ് കയറുന്നത്. അമ്മ അയ്യോ, ഇത് കണ്ടോ കേസ്. ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് അവിടെ എത്തുമ്പോഴേക്കും അവിടെ ജ്യൂസ് കട. അറിയാം ഈ സ്റ്റെപ്പ് കയറി വരുമ്പോഴേക്കും വെള്ളം വേണ്ടി വരുമെന്ന്. അതുകൊണ്ടായിരിക്കും ഈ ജ്യൂസ് കട. നമ്മളതിൻ്റെ മുകളിലാണ് കേട്ടോ എത്തേണ്ടത്. ഓ, വ്യൂ എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ വേ. സൂപ്പർ. അയ്യോ, സൂപ്പർ. അമ്മ അയ്യോ, തരൂ, എനിക്ക് വേണം വെള്ളം. നീ ക്ഷീണിച്ച? അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും കയറി വെള്ളമൊക്കെ കുടിച്ച്. ഇവിടെ എപ്പോഴും വരുന്നവർക്ക് ഇതൊന്നും ഒരു പുത്തരി ആയിരിക്കൂല. പക്ഷെ എനിക്ക് കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് വ്യൂ കാണിച്ചുതരാം.
അത് ഓടല്ലേ മോനെ. ആണോ? അത് മമ്മാരെ കൈ പിടിച്ചോ. സൂപ്പർ കേട്ടോ. അതോ നമുക്ക് ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോവാമേ. താഴോട്ട് അല്ല, ഇറങ്ങാൻ നല്ല എളുപ്പമായിരിക്കും. ഇവിടെ കയറാനാണ് പാട്. പിള്ളേരെയും കൊണ്ടുവന്ന് നമുക്ക് ഈ പാർക്കിലോട്ടൊക്കെ പോവാം. ആദ്യം പറഞ്ഞാൽ പിള്ളേരെ ഞാൻ കൊണ്ടുവരാൻ ഓപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം പിള്ളേർ ഇത്തിരി കുരുത്തക്കേടൊക്കെ ഉള്ള പിള്ളേരാണെങ്കിൽ ഉരുണ്ട കല്ലുകളിൽ കൂടെ നടക്കുമ്പോൾ ചിലപ്പം അപകടങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ എത്ര മാനേജ് ചെയ്താലും പിള്ളേർ കരയും ഇതൊക്കെ കാണുമ്പോൾ ഓടാൻ. അപ്പോൾ കൊണ്ടുവരാതിരുന്നാൽ കുറച്ച് കൊള്ളാം. ചെറിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വലിയ വൃത്തിയൊന്നുമില്ല. വെള്ളം കുളമല്ലല്ലേ, മഴവെള്ളം കെട്ടിക്കിടക്കുന്നതാണ് കേട്ടോ. പക്ഷെ കൊള്ളാം, നല്ല കാറ്റും നല്ല വെയിൽ മുകളിൽ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വെയിൽ താന്നിട്ട് മുകളിലോട്ട് കയറാം. പേടിക്കണോ നീ? ഇല്ല, ഇതിങ്ങനെ രണ്ടൊരു ഊഞ്ഞാലാടുന്നു. നല്ല കാറ്റ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. സൂപ്പർ. അപ്പോൾ പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ വെയിൽ കുറച്ച് താങ്ങുന്നതിന് ശേഷം മുകളിൽ പോകുന്നതായിരിക്കും നല്ലത്. വെയിൽ താങ്ങുന്ന നോക്കുമ്പോൾ നമ്മൾ മുകളിലോട്ട് പോകും. ഓ മടിയിലാടാൻ വേണ്ടിയാ? ഓക്കേ. അവക്കൊരു ബാലൻസ് ഇട്ടുണ്ട്. നമ്മളവിടെ ഇട്ടിക്കുമ്പോ അയ്യോ ഈ ഒരു സീസയ്ക്ക് സീറ്റ് ഇല്ലല്ലേ. അയ്യോ അതോ എങ്ങനെയുണ്ട്? വീണ മണ്ണ് നിന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? ഓടണം കേട്ടാ. കാല് അഴുക്കായ. ചിൽഡ്രൻസ് പാർക്കിന്റെ മുകളിലോട്ട് കയറി. അയ്യോ സത്യമേ നല്ല ഭംഗിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് കയറിയപ്പോ? കൊള്ളാം പറഞ്ഞത്. അവരൊക്കെ അങ്ങ് എത്തി. നമ്മളതിന് സൺസെറ്റൊക്കെ കണ്ടിട്ട് പോവാം. അടിപൊളിയാണ് കേട്ടോ ഇവിടെ. എന്തായാലും വരണം എല്ലാവരും. സൂപ്പറാണ്. ശാസ്താംബരം അടിപൊളിയാണ് കേട്ടോ. അടിപൊളി. ട്രിവാൻഡ്രത്ത് നമുക്കൊന്ന് വൈകുന്നേരങ്ങളിൽ വരാൻ പറ്റിയൊരു സൂപ്പർ സ്പോട്ടാണ്. എന്ത് രസമാ. ഇരുന്നാ ഇവിടെ ഇരിക്കാം. നമ്മള് ട്രിവാൻഡ്രം സിറ്റി മുഴുവൻ കാണാൻ പറ്റും ഇവിടെ നോക്കിയാ. എന്റെ പോക്കറ്റിലുണ്ട്.
ചേച്ചി നിക്കി അവിടെ സെക്ഷനാണ് ഏറ്റവും കൂടുതൽ കാറ്റുള്ളത്. ഞാൻ ആ സ്റ്റെപ്പൊന്നുമില്ല, ആ പാറയിലൂടെ രണ്ട് കമ്പി അടിച്ചിട്ടുണ്ട്, അതുവഴി ഏന്തി വെളിഞ്ഞ് കയറി വന്നു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. പക്ഷെ ഉച്ചക്കാരും വരല്ലേ ഇതും കേട്ടുണ്ട്. വൈകുന്നേരവും ഒരു 4:30-4:30ക്ക് ശേഷം വന്നാൽ മതി. നല്ല കാറ്റ്, നല്ല കൊള്ളാം, നല്ല വൈബാണ്. കറക്റ്റ് പ്ലേസ് കറക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രം കുണ്ടമൻ ഭാഗം, പേയാട്, തച്ചോട്ട് ആവുന്ന ലെഫ്റ്റ്, മൂങ്ങോട് ജംഗ്ഷനിൽ നിന്ന് വീണ്ടും മോളോട്ട് ലെഫ്റ്റ്. അവിടെ നിന്ന് ആ റോഡ് കുറച്ച് അഴുക്ക് മോശം റോഡാണ്. അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ, 4 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലൊരു ഡീവിയേഷൻ ഉണ്ട്. കുറച്ച് നല്ല റോഡാണ്. ബോർഡ് കാണും, ശാസ്താംപാറ എന്ന് പറഞ്ഞു. നേരെ വരണം ഇവിടെ തന്നെയാണ്. 20 രൂപ ടിക്കറ്റ്. ഇത്രയോ. അപ്പോൾ ബൈ, ടാറ്റാ.